ഹായ് ഓൾ. അപ്പോൾ നമ്മൾ EC2ൻ്റെ അകത്തിരിക്കുന്ന പർച്ചേസിംഗ് ഓപ്ഷൻസ് വഴി നമുക്ക് എങ്ങനെ കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ ചെയ്യാമെന്നുള്ള കാര്യമായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ സേവിങ്സ് പ്ലാൻ പഠിച്ചിരുന്നു. ഇതിൻ്റെ അകത്ത് നമുക്ക് സ്പോട്ട് ഇൻസ്റ്റൻസസ് എന്ന് പറയുന്ന കാര്യം ഒന്ന് പഠിക്കാം. സേവിങ്സ് പ്ലാൻ പോലെ തന്നെ സ്പോട്ട് ഇൻസ്റ്റൻസും വളരെ പോപ്പുലറാണ്. ആളുകൾ ഇതുവഴി വളരെയധികം കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം AWSൻ്റെ തന്നെ ഒരു കണക്കനുസരിച്ചിട്ട് 2013 സ്പോട്ട് ഇൻസ്റ്റൻസ് വന്നത്. അത് തൊട്ടിട്ട് ഏകദേശം ഒരു $10 ബില്യൺ എങ്കിലും കസ്റ്റമേഴ്സിന് സ്പോട്ട് ഇൻസ്റ്റൻസ് ഉപയോഗിക്കുന്നത് വഴി ലാഭിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന്. വളരെ പോപ്പുലർ ആയിട്ടിരിക്കുന്ന ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇതുവഴി കുറേ കാശ് ലാഭിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ സ്പോട്ട് ഇൻസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം പഠിക്കുന്നതിന് മുന്നേ നമുക്ക് 2 കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെയർ കപ്പാസിറ്റി ഇൻ AWS ഡാറ്റാ സെൻറ്റർ ആണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ AWSന് ഡാറ്റാ സെൻറ്റേഴ്സ് ഉണ്ട്. ആ ഡാറ്റാ സെൻറ്റേഴ്സിൻ്റെ അകത്താണ് അവർ അവരുടെ ഹാർഡ്വെയറും കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മളുടെ EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും ഈ ഡാറ്റാ സെൻറ്ററിൻ്റെ അകത്ത് നിന്ന് തന്നെയായിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം എല്ലാത്തിനും ഒരു കപ്പാസിറ്റി ഉണ്ട് അല്ലേ. അപ്പം നമ്മളൊരു EC2 ഇൻസ്റ്റൻസ്, അതായത് ഓൺ ഡിമാൻഡിൻ്റെ അകത്തിരിക്കുന്ന ഒരു EC2 ഇൻസ്റ്റൻസ് ആണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ AWS എന്തായിരിക്കും ചെയ്യുന്നത്? ആ പർട്ടിക്കുലർ റീജിയൻ്റെ അകത്ത് അവൈലബിലിറ്റി സോണിൻ്റെ അകത്തിരിക്കുന്ന അവരുടെ ടോട്ടൽ കപ്പാസിറ്റിക്ക് അകത്ത് നിന്ന് കുറച്ച് കപ്പാസിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ഭാഗമായിരിക്കും നമുക്ക് തരുന്നത് അല്ലേ. അപ്പം ഓരോരോ യൂസറും ഈ പറഞ്ഞ പോലെ ഓരോരോ ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ അകത്തിരിക്കുന്ന ഓരോരോ പോർഷൻ ആയിട്ടായിരിക്കും ഇവരിങ്ങനെ എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലായ്പ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന AWSൻ്റെ ഡാറ്റാ സെൻറ്ററിൻ്റെ അകത്ത് കുറേ ഭാഗം യൂസ് ചെയ്തിരിക്കും. അതായത് ആളുകൾ ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സിറ്റുവേഷനിൽ പക്ഷെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം കുറേ ഇൻസ്റ്റൻസസ്, അതായത് അവരുടെ ഹാർഡ്വെയറിൻ്റെ കുറേ ഭാഗം അൺയൂസ്ഡ് ആയിട്ടും ഇരിക്കുന്നുണ്ടാവും. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന പോർഷനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്പെയർ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അൺയൂസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് AWSന് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല അല്ലേ. ഈ പറഞ്ഞിരിക്കുന്ന ഇൻസ്റ്റൻസ്, നമ്മൾ ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസിൻ്റെ കേസിൽ പറഞ്ഞിരുന്നു, നമ്മൾ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റോപ്പ് ചെയ്യുന്നു അതിനിടയിലുള്ള പൈസ മാത്രമേ AWS എടുക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ സ്റ്റോപ്പ് ആയിട്ടിരിക്കുന്ന ഇൻസ്റ്റൻസുകൾ കൊണ്ട് AWSന് പ്രത്യേകിച്ച് കാശൊന്നും കിട്ടത്തില്ല. അത് അവർക്കൊരു നഷ്ടമാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ഒരു സ്പെയർ കപ്പാസിറ്റിയാണ്. ഓക്കെ, ഇതാണ് ആദ്യത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫോൾട്ട് ടോളറൻ്റ് ആപ്ലിക്കേഷൻ ആണ്. ഫോൾട്ട് ടോളറൻ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പെട്ടെന്ന് എന്തെങ്കിലും കാരണം കൊണ്ട്, ഇന്റേണൽ കാരണം കൊണ്ടോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ കാരണം കൊണ്ടോ പെട്ടെന്നൊന്ന് സ്റ്റോപ്പായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും, നിങ്ങളുടെ ആപ്ലിക്കേഷന് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാത്തൊരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതിന് നോർമലി നമ്മൾ ഫോൾട്ട് ടോളറൻ്റ് ആപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു, ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ എന്തോ റീസൺ കാരണം കൊണ്ട് പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പായി പോയി. അതായത് നിങ്ങളായിട്ട് തന്നെ ആപ്ലിക്കേഷനെ സ്റ്റോപ്പ് ചെയ്യല്ല, എക്സ്റ്റേണൽ ഒരു റീസൺ കാരണം പെട്ടെന്നൊന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ആപ്ലിക്കേഷന് പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് വയ്ക്കുക. ചില ആപ്ലിക്കേഷൻസിനൊന്നും അങ്ങനെ പ്രോബ്ലം ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഒരു ബഞ്ച് ഓഫ് ഡാറ്റനെ നമ്മൾ അനലൈസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് ഇരിക്കുന്ന കുറച്ച് പോർഷനായിട്ട് ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് നിങ്ങൾ പോയി ആ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ സ്റ്റോപ്പായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ആ ആപ്ലിക്കേഷനെ തന്നെ അപ്പാക്കുന്ന സമയത്ത് അവൻ എവിടെ വെച്ചാണോ കഴിഞ്ഞ തവണ സ്റ്റോപ്പ് ചെയ്തത് അവിടെ നിന്ന് തന്നെ അവന് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവും. നോർമലി ആപ്ലിക്കേഷൻസ് ഇങ്ങനെയുള്ള കേപ്പബിലിറ്റി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇതേപോലെയുള്ള അവനിപ്പോൾ ഒരു 100 ഫയലുകളെ ആണ് പ്രോസസ്സ് ചെയ്യേണ്ടതെങ്കിൽ ഓരോരോ ഫയലായിട്ടും അവൻ പ്രോസസ്സ് ചെയ്യുന്നു. എന്നിട്ട് ഏത് ഫയലാണോ ഞാനിപ്പോൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞത് എന്നുള്ളത് കറക്റ്റായിട്ട് എവിടെയെങ്കിലും എടുത്തു വെക്കുന്നു. ഓക്കെ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ ഈ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ സഡൻ ആയിട്ട് അങ്ങ് സ്റ്റോപ്പായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവൻ ഈ 100 ഫയലിൻ്റെ അകത്ത് എത്ര ഫയൽ പ്രോസസ്സ് ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻ ഇവൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടാകും അല്ലേ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ടൈം നമ്മൾ ആ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ എവിടെയാണോ ഏതുവരെയാണോ പ്രോസസ്സ് ചെയ്തതെന്ന് അറിയുന്ന ഇൻഫർമേഷൻ ഇവൻ്റെ കയ്യിലുണ്ട്. അത് തൊട്ടിട്ട് അങ്ങോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഈ ആപ്ലിക്കേഷന് പറ്റും അല്ലേ. അങ്ങനെ ഇരിക്കുന്ന ഈ പെട്ടെന്ന് സഡനായിട്ട് സ്റ്റോപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ ഫങ്ഷനാലിറ്റീനെ ബാധിക്കാത്ത ആപ്ലിക്കേഷനെയാണ് നമ്മൾ ഫോൾട്ട് ടോളറൻ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആയിരിക്കുന്ന സിറ്റുവേഷനാണ്. ഇതല്ലാതെയും ചില ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. നമ്മളെ ക്രിട്ടിക്കൽ ആയിട്ടിരിക്കുന്ന 24/7 ഓടുന്ന വെബ് ആപ്ലിക്കേഷൻ എല്ലാം ഉണ്ടാവില്ല അല്ലേ. അതിന് പെട്ടെന്ന് സ്റ്റോപ്പായി പോകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് പറ്റില്ല, അതായത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. അങ്ങനത്തെ ആപ്ലിക്കേഷൻസും ഉണ്ട്. ഇതേപോലെ ഫോൾട്ട് ടോളറൻ്റ്, അതായത് സ്റ്റോപ്പായി പോകുന്നത് ഓക്കെ ആവുന്ന ആപ്ലിക്കേഷൻസും ഉണ്ട്. ഈ 2 പോയിൻ്റാണ് സ്പെയർ കപ്പാസിറ്റി എന്ന് പറയുന്ന സാധനവും പിന്നെ ഒരു കൈൻഡ് ഓഫ് ആപ്ലിക്കേഷൻ, ഫോൾട്ട് ടോളറൻ്റ് ആപ്ലിക്കേഷൻ പോലെയുള്ള ഈ ഒരു ആപ്ലിക്കേഷനും. ഓക്കെ. അപ്പം
ഈ 2 കാര്യങ്ങളെയും കമ്പൈൻ ചെയ്തിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും കാര്യങ്ങളെ കമ്പൈൻ ചെയ്തിട്ടാണ് AWS സ്പോട്ട് ഇൻസ്റ്റൻസസ് എന്ന് പറയുന്ന കാര്യം ഉണ്ടാക്കിയത്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മളുടെ ഒരു AWSൻ്റെ ഡാറ്റാ സെൻറ്ററിലാണ്. അതിൻ്റെ അകത്ത് കുറച്ച് ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസുകൾ അപ്പായിട്ടുണ്ട്. ആ ഓരോരോ ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസിനും AWS ഒരു ഫിക്സഡ് പ്രൈസ് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഈ പറഞ്ഞിരിക്കുന്ന 1 ഹവറിന് 1 USD തരൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ ഓരോരോ ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസുകളും ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം കുറച്ചെണ്ണം നമുക്ക് ഇവിടെ അൺയൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം AWSന് ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അവർക്ക് വിറ്റ് പോകുന്നതായിരിക്കുമല്ലോ അവരുടെയും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇത് ഉപയോഗിച്ചിരിക്കുന്നതായിരിക്കും അവർക്കും ലാഭകരമായ കാര്യം. എനിവേ ഇത് വെറുതെ വെക്കുന്നതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ AWS പറയാണ്, എൻ്റെ കയ്യിൽ ഇങ്ങനെ കുറച്ച് സ്പെയർ ആയിട്ടിരിക്കുന്ന സാധനങ്ങളുണ്ട്, ആർക്കെങ്കിലും വേണമെങ്കിൽ ഉപയോഗിച്ചുകൊള്ളൂ, ഇത് സ്പെയർ ആയിട്ടിരിക്കുന്ന സാധനമായതുകൊണ്ട് ഞാനൊരു ഡിസ്കൗണ്ട് റേറ്റിൽ തരാം എന്ന് പറയും. ഓക്കെ, നോർമലി ഇരിക്കുന്ന ഓൺ ഡിമാൻഡ് പ്രൈസിനെക്കാളും ഞാനൊരു ഡിസ്കൗണ്ട് റേറ്റിൽ തരാം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുന്ന എപ്പോഴായിരിക്കും സ്പോട്ട് ഇൻസ്റ്റൻസ് അവൈലബിൾ ആവുക? ഈ പറഞ്ഞിരിക്കുന്ന AWSൻ്റെ ഒരു ഡാറ്റാ സെൻറ്ററിലെ ഒരു അവൈലബിലിറ്റി സോണിൽ ഇങ്ങനെ അൺയൂസ്ഡ് ആയിട്ടിരിക്കുന്ന കപ്പാസിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റൻസുകൾ ഉണ്ടെങ്കിൽ ആ ഇൻസ്റ്റൻസുകളെയാണ് AWS ഓൺ സ്പോട്ട് അല്ലെങ്കിൽ സ്പോട്ട് ഇൻസ്റ്റൻസസ് ആയിട്ട് നമുക്ക് തരുന്നത്. അപ്പം സ്പോട്ട് ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്കൗണ്ട് ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കും. അത് AWS ആണ് തീരുമാനിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന സ്പോട്ട് ഇൻസ്റ്റൻസിന് എത്രയാണ് പ്രൈസ് എന്നുള്ളത് AWS ആണ് തീരുമാനിക്കുന്നത്. അത് എന്ന് പറയുന്നത് നമ്മൾ സേവിങ്സ് പ്ലാൻ കണ്ടതുപോലെ ഒരു ഫിക്സഡ് ആയിട്ടിരിക്കുന്ന പ്രൈസ് അല്ല, അതൊരു വേരിയിങ് ആയിരിക്കുന്ന ഡൈനാമിക് ആയിട്ടിരിക്കുന്ന പ്രൈസാണ്. അത് AWS തന്നെ തീരുമാനിക്കുന്നതാണ്, പല ഫാക്ടേഴ്സിനെ വെച്ചിട്ടാണ് തീരുമാനിക്കുന്നത്. അപ്പം ഓൺ ഡിമാൻഡ് പ്രൈസിനേക്കാളും ചിലപ്പോൾ 90% വരെ ലെസ് ആയിട്ടിരിക്കുന്ന ഒരു പ്രൈസ് ആയിരിക്കും ചിലപ്പം അവൻ ഇതിന് തീരുമാനിക്കുന്നത്. അത് 90% വരെ അപ് ടു ആണ്. എല്ലായ്പ്പോഴും 90% കിട്ടുന്നതല്ല. ചില സമയത്ത് നിങ്ങൾക്ക് 40% ആയിരിക്കും കിട്ടുന്നത്, ചില സമയത്ത് 90% ആയിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ ആ പ്രൈസിങ് എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. അത് തീരുമാനിക്കുന്നത് AWSമാണ്. ഓക്കെ, അപ്പം ഇത് ലാഭമാണ്. ഈ പറഞ്ഞിരിക്കുന്ന സാധനം വേണമെന്നുണ്ടെങ്കിൽ ഒരു യൂസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 0.20 USDക്ക് കിട്ടും അല്ലേ. 1 USD ഉണ്ടായിരുന്ന സമയത്ത് 0.2 USDക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. ആ സമയത്തെ പ്രൈസ് അതായതുകൊണ്ട്. അപ്പം ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അപ്പം ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇത് സ്പെയർ ആയിട്ടിരുന്നത് കൊണ്ടാണ് AWS ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്കൗണ്ട് റേറ്റിന് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റാ സെൻറ്ററിൽ കുറേ ഡിമാൻഡുകളും കൂടി വന്നു എന്ന് വിചാരിക്കുക. അതായത് ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസുകൾക്ക് കുറേ പേരും കൂടി ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ഒരു മൊമെൻറ്റിൽ ഈ പറഞ്ഞിരിക്കുന്ന സ്പോട്ട് ഇൻസ്റ്റൻസ് ആയിട്ട് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഇൻസ്റ്റൻസ് കൂടി ഓൺ ഡിമാൻഡ് ആയിട്ട് വിൽക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞാൽ AWS എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പോട്ട് ഇൻസ്റ്റൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നതിനെ ഇമ്മീഡിയറ്റ്ലി അങ്ങ് ടെർമിനേറ്റ് ചെയ്ത് കളയും. അതായത് ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസിൻ്റെ കേസിൽ എന്തായിരുന്നു നമുക്ക് സംഭവിച്ചത്? നമ്മളായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മളായിട്ട് പരിപാടി തീരുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു അല്ലേ. പക്ഷേ സ്പോട്ട് ഇൻസ്റ്റൻസുകളിലെ ഒരു പ്രോബ്ലം ഇരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയങ്ങളിൽ ഇതിൻ്റെ കപ്പാസിറ്റിയുടെ ഡിമാൻഡിനെ കണക്കനുസരിച്ചിട്ട് ചിലപ്പം AWS തന്നെ സ്റ്റോപ്പ് ചെയ്ത് കളയും. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ചെയ്യത്തില്ല, ഒരു 2 മിനിറ്റ് നോട്ടീസ് തരും. അത് നമ്മൾ അറിയിക്കാനുള്ള മെക്കാനിസം, മെറ്റഡാറ്റ വഴിയൊക്കെ അറിയിക്കാനുള്ള മെക്കാനിസം ഒക്കെ ഇതുണ്ട്. നമ്മൾ അറിയിക്കും, പറയും AWS തന്നെ കാണുകയാണ് ഇവിടെ ഡിമാൻഡ് കൂടി വരുന്നുണ്ട്, ഒരു മൊമെൻറ്റിൽ ഈ ഓൺ സ്പോട്ട് ഇൻസ്റ്റൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന സാധനം കൂടി ഓൺ ഡിമാൻഡ് ആയിട്ട് ഇൻസ്റ്റൻസ് ആയിട്ട് കൊടുക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ കാണുന്ന സമയത്ത് AWS എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റ് മുന്നേ നമ്മളെ ഈ സ്പോട്ട് ഇൻസ്റ്റൻസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ അറിയിക്കും. എന്നിട്ട് 2 മിനിറ്റ് കഴിയുന്ന സമയത്ത് AWS തന്നെ ഇതിനെ ടെർമിനേറ്റ് ചെയ്ത് കളയും. ഓക്കെ, AWS തന്നെ ടെർമിനേറ്റ് ചെയ്ത് കളയും. അതായത് ചിലപ്പം നമുക്ക് ഗ്രേസ്ഫുൾ ആയിട്ട് നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യാനുള്ള അവസരം കിട്ടില്ല. ചില സമയങ്ങളിൽ ഈ സ്പോട്ട് ഇൻസ്റ്റൻസുകൾ ഇങ്ങനെ സഡൻ ആയിട്ട് ടെർമിനേറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ആയി പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെ സ്പോട്ട് ഇൻസ്റ്റൻസുകളുടെ അകത്ത് നമുക്ക് ഫോൾട്ട് ടോളറൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് നോർമലി നമ്മൾ ഓടിക്കുക. അതായത് ഇവൻ ഇമ്മീഡിയറ്റ്ലി സഡൻ ആയിട്ട് ടെർമിനേറ്റ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രോബ്ലം ഒന്നുമില്ല. എനിക്ക് വീണ്ടും നമുക്ക് റിക്വസ്റ്റ് ആണ് ഇടുന്നത്. അപ്പോൾ സ്പോട്ട് ഇൻസ്റ്റൻസ് ഇവൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും കുറേ കഴിയുമ്പം ഇവിടെ ഒരു സ്പെയർ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി വരുന്ന സമയത്ത് AWS വീണ്ടും നമുക്ക് സ്പോട്ട് ഇൻസ്റ്റൻസ് തരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ആപ്ലിക്കേഷനെ നമുക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം. റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ നോർമലി ഈ പറഞ്ഞിരിക്കുന്ന സ്പോട്ട് ഇൻസ്റ്റൻസുകളിലെല്ലാം ഓടിക്കുന്നത്. അപ്പം ഇതാണ്
ഇതാണ് സ്പോട്ട് ഇൻസ്റ്റൻസ്. സ്പോട്ട് ഇൻസ്റ്റൻസിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്, സഡൻ ആയിട്ട് AWS തന്നെ ചിലപ്പം ടേക്ക് ഇറ്റ് ബാക്ക് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ സ്പെയർ കപ്പാസിറ്റി ഇത് ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ് അല്ലേ. AWSൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർക്ക് അൺയൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഈ സാധനം എന്തെങ്കിലും ഒരു പ്രൈസിന് കൊടുക്കാമെന്ന് പറയുന്ന ഒരു സിറ്റുവേഷനും ഉണ്ട്. ഇനിയിപ്പോൾ യൂസേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ ഫോൾട്ട് ടോളറൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഈ പറഞ്ഞിരിക്കുന്ന ഓൺ ഡിമാൻഡിൻ്റെ വലിയ പൈസ കൊടുത്തിട്ട് ഓടിക്കുന്നതിന് പകരം സ്പോട്ട് ഇൻസ്റ്റൻസിൻ്റെ ചെറിയ പൈസ കൊടുത്തിട്ട് ഓടിക്കാം എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് യൂസർക്കും കിട്ടുകയാണ്. രണ്ടു പേർക്കും ഗുണമുള്ള ഒരു കാര്യമാണ്. ഒരേ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് എപ്പോൾ വേണമെങ്കിലും ടെർമിനേറ്റ് ആയി പോയിക്കോളാം. അതുകൊണ്ടാണ് ഫോൾട്ട് ടോളറൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് നോർമലി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സ്പോട്ട് ഇൻസ്റ്റൻസിൻ്റെ അകത്ത് ഓടിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് കാര്യം. സ്പോട്ട് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ്. നിങ്ങൾക്ക് പല രീതിയിലിരിക്കുന്ന ഫോൾട്ട് ടോളറൻ്റ് ആപ്ലിക്കേഷൻസ് ഉണ്ടാവാം. ചില സമയങ്ങളിൽ നമ്മളുടെ ഇപ്പോൾ ഡാറ്റ അനാലിസിസ് ഒക്കെ കൂടുന്നുണ്ടല്ലോ അല്ലേ. അതേപോലെ ബിഗ് ഡാറ്റയ്ക്കൊക്കെ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കമ്പ്യൂട്ടിംഗ് പവർ ആവശ്യമുണ്ടാകും. കുറേ മണിക്കൂറുകൾ ഓടുന്ന കമ്പ്യൂട്ടിംഗ് പവർ ഉണ്ടാവും. പക്ഷേ അത് സ്റ്റോപ്പായി പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള വർക്ക് ലോഡുകളെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന വലിയ പൈസ കൊടുത്ത് ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസ് ഉണ്ടാക്കിയിട്ട് അനലൈസ് ചെയ്യുന്നതിനെക്കാട്ടും കുറേ കൂടി ലാഭകരമാണ് നമുക്ക് ഇതേപോലെയുള്ള സ്പോട്ട് ഇൻസ്റ്റൻസ്. ചില സമയത്ത് നമ്മൾ CI/CD പൈപ്പ് ലൈനിലൊക്കെ നമുക്ക് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത് സ്റ്റോപ്പായി പോയാലും വലിയ ഇഷ്യൂ ഇല്ലാത്ത ആപ്ലിക്കേഷൻസ് ആണ്, വർക്ക് ലോഡാണ്. അങ്ങനെയുള്ള സാധനങ്ങളും നമ്മൾ ഇതേപോലെ സ്പോട്ട് ഇൻസ്റ്റൻസിൻ്റെ അകത്ത് ഓടുന്നുണ്ട്. ഇതേപോലെ നമ്മുടെ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പുകളെല്ലാം ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസും സ്പോട്ട് ഇൻസ്റ്റൻസും ഒക്കെ കമ്പൈൻ ചെയ്തിട്ടൊക്കെ നമുക്ക് ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് പഠിക്കുന്ന സമയത്ത് നമ്മൾ 2-3 ചാപ്റ്റർ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പഠിക്കും. ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് അത് പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്പോട്ട് ഇൻസ്റ്റൻസിനെ പറ്റിയിട്ട് കുറച്ചും കൂടെ പഠിക്കും. ആ സമയത്ത് നമുക്ക് സ്പോട്ട് ഇൻസ്റ്റൻസ് എങ്ങനെ ഉണ്ടാക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചെടുക്കാം. അപ്പം മെയിൻ കൺസെപ്റ്റ് ഒന്ന് ഇവിടെ പഠിച്ചിരുന്നാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ സ്പോട്ട് ഇൻസ്റ്റൻസ് എവിടെയാണുള്ളത് എന്നുള്ളതൊന്നും കൂടി നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ EC2ൻ്റെ അകത്ത് തന്നെ ഇവിടെ നിങ്ങൾക്ക് സ്പോട്ട് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു കാര്യം കാണാൻ പറ്റും. ഓക്കെ, കുറച്ചൊന്ന് വലുതാക്കെ. സ്പോട്ട് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് നമ്മൾ നേരത്തെ ഇൻസ്റ്റൻസിൻ്റെ അകത്ത് ലോഞ്ച് ഇൻസ്റ്റൻസ് ആയിരുന്നു ചെയ്തിരുന്നത് അല്ലേ, ഓൺ ഡിമാൻഡിൻ്റെ കേസിൽ. പക്ഷേ ഇതിൻ്റെ അകത്ത് സ്പോട്ട് റിക്വസ്റ്റുകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പം ഇമ്മീഡിയറ്റ്ലി ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും ചിലപ്പോൾ സ്പോട്ട് ഇൻസ്റ്റൻസ് കിട്ടണമെന്നില്ല. ആ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താവണം, AWSൻ്റെ കയ്യിലൊരു സ്പെയർ, ആ റീജിയൻ്റെ അകത്ത് ആ അവൈലബിലിറ്റി സോണിൻ്റെ അകത്ത് ഒരു സ്പെയർ ആയിട്ടിരിക്കുന്ന ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്പോട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ നോർമലി ലോഞ്ച് അല്ല ഇവിടെ ചെയ്യുന്നത്, റിക്വസ്റ്റ് ആണ്. AWSൻ്റെ അകത്ത് പറയുകയാണ് എനിക്ക് ഇങ്ങനെ ഒരു സ്പോട്ട് ഇൻസ്റ്റൻസ് വേണം എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന റിക്വസ്റ്റ് ആണ് നമ്മൾ റേസ് ചെയ്യുന്നത്. അവൻ അവൈലബിൾ ആവുന്ന സമയത്ത് നമുക്ക് തരിക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു റിക്വസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നുണ്ട്. അത് നമ്മളിപ്പോൾ നോക്കുന്നില്ല. നമ്മൾ കുറച്ചും കൂടി ഒന്ന് പഠിച്ചെടുത്തതിന് ശേഷം കുറച്ച് കോൺഫിഗറേഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, നമുക്ക് പിന്നെ നോക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ജസ്റ്റ് സ്പോട്ട് ഇൻസ്റ്റൻസ് ഇന്നതാണ് എന്നുള്ള കാര്യം ഒന്ന് നിങ്ങളൊന്ന് പഠിച്ചിരുന്നാലും മതി. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രൈസിങ് ഹിസ്റ്ററി ഇവിടെ കാണാം. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു സ്പോട്ട് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ഫിക്സഡ് അല്ല, അത് ഡൈനാമിക് ആണ്. അപ്പം ആ ഡൈനാമിക് ആയിട്ടിരിക്കുന്ന ഇതിൻ്റെ ഹിസ്റ്ററി എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കാൻ പറ്റും. അപ്പോൾ ഇത് നോക്കിയിട്ട് ഏത് റീജിയണിൽ ഏത് അവൈലബിലിറ്റി സോണിനനുസരിച്ചിട്ടും ഡിഫറൻസ് വരെ കണ്ടില്ലല്ലേ. ഈ പറഞ്ഞിരിക്കുന്ന C3 ലാർജിൻ്റെ ഒരു വീക്കിലേക്കുള്ള പ്രൈസിൻ്റെ ഡിഫറൻസ് ആണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 3 മന്തൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ വേരിയിങ് ആയിരിക്കുന്ന ദിവസത്തിനനുസരിച്ച്. ചില സമയങ്ങളിൽ ചില അവൈലബിലിറ്റി സോണിൽ കൂടുതലായിരിക്കും, ചില ഇതിൽ കുറവായിരിക്കും. ദിവസം മാറുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഡിസ്കൗണ്ടിൻ്റെ റേറ്റ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. ഇത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന വെസ്റ്റ് 2B എന്ന് പറയുന്ന അവൈലബിലിറ്റി സോണിലാണ് ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് ഉള്ളത് എന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്പോട്ട് ഇൻസ്റ്റൻസിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് പഠിക്കുന്ന സമയത്ത് നമുക്കിത് വെച്ചിട്ട് ഒരു കമ്പൈൻ ആയിട്ടിരിക്കുന്ന ഒരു യൂസ് കേസ് നമുക്കൊന്ന് പഠിച്ചെടുക്കാം. ആ സമയത്ത് സ്പോട്ട് ഇൻസ്റ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.